തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് നേതാക്കൾ. 48 സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കവടിയാറിൽ മുൻ MLA ആയ KS ശബരിനാഥനാണ് മത്സരിക്കുക. മുട്ടടയിൽ KSU നേതാവായ വൈഷ്ണ സുരേഷ്, ഉള്ളൂരിൽ ജോൺസൺ ജോസഫ്, നാലാഞ്ചിറയിൽ ത്രേസ്യാമ്മ തോമസ്, അങ്ങനെ മുതിർന്ന നേതാക്കളെ, അതുപോലെ KSUവിൽ നിന്നും യൂത്ത് കോൺഗ്രസിൽ നിന്നുമൊക്കെ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു പട്ടിക എന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത്. K മുരളീധരൻ സംസാരിക്കുന്നു. തത്സമയം മുൻ MLA ശബരിനാഥ് ഒക്കെ നേതൃത്വത്തിലാണ് ഈ പാനൽ ഞങ്ങൾ നീങ്ങുന്നത്. പേരുകൾ വായിക്കണമെങ്കിൽ ഞാൻ വായിക്കാം. വാർഡ് നമ്പർ 1 കഴക്കൂട്ടം MS അനിൽകുമാർ. വാർഡ് DCC ജനറൽ സെക്രട്ടറിയാണ്. വാർഡ് നമ്പർ 4 കാട്ടായിക്കോണം A സുചിത്ര. പൗടിക്കോണം 6 നമ്പർ പൗടിക്കോണം വാർഡ് ഗാന്ധി സുരേഷ്. 7 നമ്പർ ചെങ്കോട്ടുകോണം വാർഡ് VI സരിത. 9 കാര്യവട്ടം ജയന്തി. 10 പാങ്ങപ്പാറ നീതു രഘുവരൻ, അത് ഞാൻ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി. പാതിരപ്പള്ളി SP സജി കുമാർ. അമ്പലമുക്ക് അഖില, ആ കുട്ടി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. കൊടപ്പനക്കുന്ന് S അനിത, മുൻപ് വനിതാ ജനറൽ വാർഡിൽ മത്സരിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് മാത്രമല്ല, ദളിത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിയുമാണ്. നെട്ടയം ആശ മുരളി. കാച്ചാണി SB രാജി, ഈ കുട്ടി നമ്മുടെ കഴിഞ്ഞ 266 ദിവസം നടന്ന ആശാസമരത്തിൽ പങ്കെടുത്ത ആശാപ്രവർത്തക കൂടിയാണ് SB രാജി. വാഴോട്ടുകോണം വാർഡ് P സദാനന്ദൻ. കൊടുങ്ങാനൂർ S രാധാകൃഷ്ണൻ നായർ. വട്ടിയൂർക്കാവ് ഉദയകുമാർ S. കാഞ്ഞിരമ്പാറ S രവീന്ദ്രൻ നായർ. പേരൂർക്കട G മോഹനൻ. കവടിയാർ KS ശബരിനാഥ്. മുട്ടട വൈഷ്ണ സുരേഷ്, ഈ കുട്ടിയാണ് ഗവേഷണ വിദ്യാർത്ഥി കൂടിയാണ്. KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അതുപോലെ ചെട്ടിവിളാകം V കൃഷ്ണകുമാർ, അദ്ദേഹം മുമ്പ് കൊടപ്പനക്കുന്ന് പഞ്ചായത്ത് മെമ്പറായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. കിണവൂർ B സുഭാഷ് DCC ജനറൽ സെക്രട്ടറിയാണ്. നാലാഞ്ചിറ ത്രേസ്യാമ്മ തോമസ്, 2ാം തവണയാണ് കൗൺസിലിലേക്ക്, മുമ്പ് കൗൺസിലറായിരുന്നു. ഉള്ളൂരാണ് ഞങ്ങളുടെ ഏറ്റവും സീനിയറായ നേതാവ് ജോൺസൺ ജോസഫ്. മെഡിക്കൽ കോളേജ് വാർഡിൽ ആശ VS. പട്ടം രേഷ്മ P, ആ കുട്ടി മറ്റേ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിയാണ്. വനിതകൾക്കുള്ള ജനറൽ സീറ്റിലാണ് മത്സരിക്കുന്നത്. SC വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. കേശവാസപുരം അനിത അലക്സ്, പട്ടം ബ്ലോക്ക് മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. ഗൗരീശവട്ടം സുമ വർഗീസ്. കുന്നുകുഴി മേരി പുഷ്പം സിറ്റിംഗ് മെമ്പറാണ്, ഈ കൗൺസിലെ മെമ്പറാണ്. നന്ദൻകോട് A ക്ലീറ്റസ്. പാളയം S ഷേർലി. വഴുതക്കാട് നീതു വിജയൻ. ചാൾസാർ മകൻ്റെ ഭാര്യയാണ് ഷേർലി. മുമ്പ് പാളയത്ത് 2015 മത്സരിച്ചിരുന്നു. വഴുതക്കാട് നീതു വിജയൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ശാസ്തമംഗലം സരള റാണി S. പാങ്ങോട് R നാരായണൻ തമ്പി. തിരുമല മഞ്ജുളാദേവി. തൃക്കണ്ണാപുരം ജോയ് ജേക്കബ്. പുന്നയ്ക്കാമുകൾ ശ്രീജിത്ത്. പൂജപ്പുര അംബികാകുമാരി അമ്മ. എസ്റ്റേറ്റ് വാർഡ് RM ബൈജു. പൊന്നുമംഗലം SS സുജി. തിരുവല്ലം ബാബു. വലിയതുറ ഷീബ പാട്രിക്, പഴയ കൗൺസിലറാണ്, 2015-20. ആറ്റുകാൽ അനിതകുമാരി. മണക്കാട് ലേഖ സുകുമാരൻ. പേട്ട D അനിൽകുമാർ, മുമ്പ് പാർലമെൻ്ററി പാർട്ടി നേതാവായിരുന്നു കോൺഗ്രസിൻ്റെ. അണമുഖം ജയകുമാരി ടീച്ചർ. ഏതാ? ഓക്കെ, ജയകുമാരി ടീച്ചർ. ആക്കുളം സുധാകുമാരി സുരേഷ്. കുഴിവിള അനിൽ അമ്പു. കുളത്തൂർ അംബിക R. പള്ളിത്തുറ ദീപ ഹിജിനസ്. ഇത്രയും പേരുടെ പേരാണ് ഇന്ന് പുറത്തുവിടുന്നത്. മറ്റന്നാൾ അവശേഷിച്ച സ്ഥാനാർത്ഥികളുടെയും ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചയും പൂർത്തിയാക്കിക്കൊണ്ട് ഉള്ള ഫൈനൽ ലിസ്റ്റ് മറ്റന്നാളത്തോടെ പൂർത്തിയാക്കും.
ഓക്കെ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ 48 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേതൃത്വം. കെ മുരളീധരൻ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ തിരിച്ചുപിടിക്കും എന്ന ആത്മവിശ്വാസം കെ മുരളീധരൻ വെച്ചു പുലർത്തുന്നു. ശബരിനാഥ് മത്സരിക്കുന്നത് കവടിയാറിലാണ്. കോൺഗ്രസ് സീനിയർ അംഗം ജോൺസൺ ജോസഫ് ഉള്ളൂരിൽ മത്സരിക്കും. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ വൈഷ്ണ സുരേഷ് മുട്ടട വാർഡിലാണ് മത്സരിക്കുന്നത്. ഇനി ചില സീറ്റുകളുടെ കാര്യത്തിൽ കൂടി, ചില വാർഡുകളുടെ കാര്യത്തിൽ കൂടി തീരുമാനമാകേണ്ടതുണ്ട്. അത് ഘടകകക്ഷികളുമായി കൂടിയാലോചന നടത്തി മറ്റന്നാളോടെ പ്രഖ്യാപിക്കാൻ കഴിയും എന്നാണ് കെ മുരളീധരൻ വിശദീകരിക്കുന്നത്. കെ മുരളീധരൻ നയിക്കുന്ന ജനകീയ വിചാരണ ജാഥയ്ക്ക് നാളെ തുടക്കമാവുകയാണ്. ആ ജാഥ പ്രതിപക്ഷ നേതാവായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കളത്തിലേക്ക് ഇറങ്ങുകയാണ് കോൺഗ്രസ്. പക്ഷേ അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന ഇടമാണ്. കോൺഗ്രസിന് നിലവിൽ അത്ര ശുഭകരമല്ലാത്ത നിലയുള്ള ഇടമാണ്. വെറും 8 സീറ്റുകൾ മാത്രമാണ് കോർപ്പറേഷനിൽ കോൺഗ്രസിനുള്ളത്. BJPക്കും താഴെ 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മുന്നേറ്റം ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. അതിന്റെ ഭാഗമായുള്ള തന്ത്രങ്ങൾ മെനയുന്നു കോൺഗ്രസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.